നമസ്കാരം, എല്ലാവർക്കും ജസ്റ്റ് എ മിനിറ്റ് വിത്ത് അനൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ മുമ്പിട്ട വീഡിയോ ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ? അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുക. പിന്നെ നമ്മൾ ഇന്ന് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് ക്രിസ്മസിന് വേണ്ടി ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വൈൻ്റെ റെസിപ്പി. വൈനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കേക്കും വൈനുമാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരിത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ബീട്രൂട്ടിൻ്റെ വൈനാണ് ചെയ്യാൻ പോകുന്നത്. ബീട്രൂട്ട് വൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും, ഈസിയാണ്, ചീപ്പാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു 21 ദിവസം വേണം ശരിക്കും പറഞ്ഞാൽ ഈ വൈനൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. ഇപ്പം സമയമില്ല, വൈൻ ഇടാൻ പറ്റിയിട്ടില്ല എന്നുള്ളവർക്ക് 7 ദിവസം കൊണ്ട് ഈ വൈൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും അടിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിതിപ്പോൾ 1 കിലോ ബീട്രൂട്ടിൻ്റെ അളവ് വെച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾ 2 കിലോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇരട്ടിയാക്കുക. അപ്പം നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച് അത് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് 1 കിലോ ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കഷ്ണങ്ങളാക്കി എടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ 750 ഗ്രാം പഞ്ചസാരയാണ്, അതായത് 3/4 കിലോ പഞ്ചസാര. അപ്പോൾ 1 കിലോ ബീട്രൂട്ടിന് 3/4 കിലോ പഞ്ചസാര, 1 പിടി ഗോതമ്പ്, 5 ഗ്രാം ഈസ്റ്റ്, 2 കഷ്ണം ഏലക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 2.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഒരു കുക്കർ എടുക്കുക. ഈ കുക്കറിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു വിസിൽ മതി. ജസ്റ്റ് ബീട്രൂട്ട് ഒന്ന് വെന്താൽ മാത്രം മതി. വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2.5 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് വെള്ളമാണ് നമ്മളിതിനെടുക്കുന്നത്. നമുക്കപ്പോൾ വിസിലേൽപ്പിക്കാൻ വയ്ക്കാം. ഒരു വിസിൽ കേട്ടാൽ മതി. ഈ വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് ഇത് തണുക്കാൻ വെക്കണം. നല്ലപോലെ തണുക്കണം, ഒട്ടും ചൂടുണ്ടാകാൻ പാടില്ല. നമുക്കിത് കുറച്ച് നേരം ഓഫ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ തണുക്കണം. നല്ലപോലെ തണുത്ത് ഒട്ടും ചൂടുണ്ടാകാൻ പാടില്ല. നമ്മളിന്ന് വൈനുണ്ടാക്കാൻ പോകുന്നത് ഈ കണ്ണാടി കൊണ്ടുള്ള ഈ കുപ്പിയിലാണ്, ഗ്ലാസ് കൊണ്ടുള്ള കുപ്പിയിൽ. ഇതല്ലെന്നുണ്ടെങ്കിൽ ഭരണിയിലും നമുക്ക് വൈൻ ഉണ്ടാക്കാം. ഒരു തുണി വെച്ച് മൂടിയാണ് നമ്മളിത് വൈൻ ഉണ്ടാക്കാനായിട്ട് വെക്കുന്നത്. സ്റ്റീൽ പാത്രം ഇതിനായിട്ട് ഉപയോഗിക്കരുത്. സ്റ്റീലും പ്ലാസ്റ്റിക്കും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. സ്റ്റീൽ ഒട്ടുമേ ഉപയോഗിക്കണ്ട. അപ്പോൾ കണ്ണാടിയോ ഭരണിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മണ്ണിൻ്റെ ഭരണിയോ ആണ് ഇതിന് നല്ലത്. അപ്പം നമ്മുടെ ബീട്രൂട്ട് ചെറിയ ചൂടുണ്ട്, ഇപ്പം മൊത്തത്തിൽ തണുത്തിട്ടില്ല. അപ്പം നമ്മുടെ ബാക്കി വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ അത് നല്ലപോലെ തണുത്ത് വരും. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുക്കുക. ഈ വൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ വൈൻ ഉണ്ടാക്കാൻ താമസിച്ചു, ക്രിസ്മസ് ഇങ്ങനെ അടുത്ത് പോയി, അപ്പോൾ വിഷമിക്കണ്ട. ഒരു 7 ദിവസം ആയാലും ഇത് ഒരു അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള വൈനായിട്ട് കിട്ടും. 21 ദിവസം ഇരുന്നാലാണ് ശരിക്കും നല്ല ടേസ്റ്റ് വരിക. വൈനില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. ഈ ബീട്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. ഇപ്പം നമുക്ക് ഹൈ BP ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പററി അത് ലോ ആക്കാനൊക്കെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തെ ഡീറ്റോക്സിഫൈ ഒക്കെ ചെയ്യും. ഒത്തിരിയും നല്ല ഗുണങ്ങളുള്ള സാധനമാണ് ബീട്രൂട്ട്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്തു, സ്ട്രെയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം.
ഇത് 750 ഗ്രാം പഞ്ചസാരയാണ്, അതായത് 3/4 കിലോ പഞ്ചസാര. ഇളക്കി കൊടുക്കണം. നമ്മൾ മൊത്തം വെള്ളം ചേർത്തിട്ടില്ല, ബാക്കി വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇളം ചൂട് വെള്ളം എടുക്കണം. നമ്മുടെ 5 ഗ്രാം ഈസ്റ്റാണിത്. ഇളം ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കലക്കുക. ഈ വൈൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒട്ടും വെയിലടിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ വൈൻ്റെ ഭരണി വെക്കരുത്. ഈ കുപ്പി ഭരണിയാണെങ്കിലാണ് പ്രത്യേകിച്ച് നമ്മൾ വല്ല കബോർഡിനകത്തോ ഇരുട്ടുള്ളിടത്ത് വെക്കുക. വെയിലടിക്കാൻ പാടില്ല. നമുക്ക് ഈ ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഗ്രാമ്പൂ, പട്ട, തക്കോലം എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു പിടി ഗോതമ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഭരണിയിലേക്ക് ഇത് മാറ്റാം. മാറ്റാണ്. നമ്മൾ 2.5 ലിറ്റർ വെള്ളം മുഴുവൻ ചേർത്തിട്ടില്ല. ഇത് മുഴുവൻ ഈ കുപ്പിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് ആ വെള്ളവും ചേർത്ത് കൊടുക്കണം. വെള്ളവും ബീട്രൂട്ട് സ്ട്രെയിൻ ചെയ്ത ജ്യൂസും എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അടച്ചിട്ട് ഒരു കബോർഡിനകത്തോ, അതായത് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് നമുക്കിത് വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നമുക്ക് ഒരു തടിയുടെ ഒരു സ്പൂണും കൊണ്ട് ഇത് ഇളക്കി കൊടുക്കുക. അങ്ങനെ തുടർച്ചയായി 21 ദിവസം ചെയ്യുക. 22ാമത്തെ ദിവസം നമുക്കിത് നല്ലൊരു തെളിഞ്ഞ ലിക്വിഡായിട്ട് കിട്ടും. അടുമ്പ് അടിയിൽ കിടക്കും. അത് അടുമ്പ് കലങ്ങാതെ നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റണം. ഇത് ഇനിയിപ്പോൾ നിങ്ങൾ അയ്യോ ക്രിസ്മസ് എത്തി, ഇനിയിപ്പോൾ ചെയ്യാൻ സമയമില്ല, 21 ദിവസം ഇനി ഇല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഒരു 7 ദിവസം വെച്ചാലും മതി. നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള വൈൻ നമുക്ക് കിട്ടും. ഇനി ഇത് സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മൾ രാവിലെയാണ് ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസവും രാവിലെ തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിത് വയ്ക്കാം.